ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഉള്ളിവട അഥവാ ഓണിയൻ പക്കോട എന്നൊക്കെ പറയുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ സ്നാക്കാണ്. അപ്പം ഇതെങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതൊരു പോപ്പുലറായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഈ ഒരു ഡിപ്പിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ട, ഇത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതും കൂടി വേണം. ഇനി ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒരു ബൗളിലിടണം. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് കടലപ്പൊടിയാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ തന്നെ 3 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ ഞാൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലായതുകൊണ്ട് കുറച്ച് പാപ്രിക്ക പൗഡർ ആഡ് ചെയ്തിട്ട് ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യലാണ്. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്താൽ സവാളയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പം അങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാന് ചൂടാക്കിയിട്ട് അതിലത്തേക്ക് ഓയിൽ ഒഴിക്കണം. ഇനി ഓയിലൊന്ന് ചൂടായാൽ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതാ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ സൈസൊക്കെ ആക്കിയെടുക്കാം. ഇനി ഇത് ഒരു സൈഡ് കുക്കായാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം കളറ് മാറിയിട്ട് ഉള്ളിൽ വേവാണ്ട് നിൽക്കും. അപ്പോൾ ഇത് കളറ് മാറി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നെക്സ്റ്റ് ബാച്ച് ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ ഓരോ ബാച്ചും ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയാൽ കോരി മാറ്റുക. അപ്പോൾ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലത്തേക്കുള്ള ഡിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയിലയും പുതിനയിലും എടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ വിനെഗർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിൻ്റോട് വെള്ളം ചേർക്കാൻ വിട്ടുപോയി. ഇതറിയാൻ പാകത്തിന് വെള്ളം ചേർക്കണം. പിന്നെ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടാണ് ഡിപ്പ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കിലാക്കി എടുക്കാം. ഇനി ഞാൻ ഉള്ളിവട ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. കൂടെ നല്ല കട്ടൻ ചായയും. ഇത് നല്ല കോമ്പിനേഷനാണ്. ഈ കട്ടനും ഈ ഡിപ്പും. പിന്നെ പുറത്ത് മഴയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റായിരിക്കും. പിന്നെ ഈ ഡിപ്പ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ഈ ഡിപ്പും ഉള്ളിവടയും നല്ല കോമ്പിനേഷനാണ്. ഇത് ട്രൈ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഇതുപോലെയല്ല ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഡിപ്പും ഒന്നുണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീറ്റ് ഫുഡിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഏത് റെസിപ്പി വേണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.